നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കിടിലം സ്റ്റാർട്ട് തന്നെ ടോട്ടനാമിൽ നിന്ന് ലഭിച്ചു. പക്ഷേ അത് മുതലാക്കാൻ സ്പേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്നത്തെ സ്റ്റാർട്ടിംഗ് 11 നോക്കിയപ്പോൾ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. മിക്കി വാൻഡവൻ ടീമിലേക്ക് തിരിച്ചു വന്നു, റൊമേറോ ടീമിലേക്ക് തിരിച്ചു വന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവരാരും മാച്ച് ഫിറ്റ് ആയിരുന്നില്ല. രണ്ടുപേരും വീണ്ടും ഇഞ്ചുറി വന്നിട്ട് ഈ ഒരു മത്സരത്തിൽ പുറത്തേക്ക് പോയി. മെഡിക്കൽ ടീമിനെയൊക്കെ പിടിച്ചു നിർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ ഹാഫ് ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ റഷ് ചെയ്തിട്ട് ടീമിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുക്കറയുടെ സൈഡിൽ നിന്ന് 2 മിസ്റ്റേക്കുകൾ. ആ സൈഡിൽ പുള്ളിയുടെ ഷൂയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ പിച്ചിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. പുള്ളി 2 പ്രാവശ്യം വഴുക്കി വീണു. 2ഉം ഗോളിലേക്കാണ് പോയത്. കളി തുടങ്ങി ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി റൈറ്റ് വിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സൊളാങ്കിയുടെ ഒരു ഗോളോടെ സ്പേഴ്സ് 1-0 മുമ്പിലെത്തി. 11ാം മിനിറ്റിൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അത് കുളിസെസ്കി സ്കോർ ചെയ്യുന്നു. അങ്ങനെ 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 2-0 ഒരു ലീഡിലേക്കാണ് സ്പേഴ്സ് വരുന്നത്. ഇപ്പോ ഒരു ഐഡിയൽ ആയിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗെയിം മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ മുമ്പോട്ട് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് 17ാമത്തെ മിനിറ്റിൽ ഔട്ട് ഓഫ് നോവെയർ ജേഡൻ സാൻജോ ലെഫ്റ്റ് വിങ്ങുന്ന ഒരു ബോളുമായിട്ട് വരുന്നു. പുള്ളിയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പ്ലെയറൊക്കെ ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഡ്രിബിൾ ചെയ്ത് ഏകദേശം ബോക്സിന്റെ അടുത്ത് വന്ന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കുന്നു. അങ്ങനെ ചെൽസി കളിയിലേക്ക് തിരിച്ചു വരികയാണ്. 2-1 ഒരു സ്കോർ ലൈനിലേക്ക് അവരെത്തി. പൊസിഷൻ നോക്കിയാലും നമ്പർ ഓഫ് ചാൻസസ് നോക്കിയാലും ചെൽസി തന്നെയാണ് ഡൊമിനേറ്റ് ചെയ്തത്. അവരെ മിഡ്ഫീൽഡ് സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഇൻസിഡന്റ് ഒരു യെല്ലോ കാർഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റെഡ് കാർഡ് ഇൻസിഡന്റ് ആണ്. മിഡ്ഫീൽഡിൽ വെച്ചിട്ട് സാറിനെ ഫൗൾ ചെയ്യുന്ന കൈസഡോടെ ഒരു സ്ലോ മോഷനുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതേപോലത്തുള്ള ചലഞ്ച് ചെയ്തതിന് റൊമേറോക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്, മറ്റ് പ്ലേയേഴ്സിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വാറ് ചെക്ക് പോലും ചെയ്തില്ല. ഓൺഫീൽഡ് റെഫറി യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല. ആ ഒരു ചലഞ്ച് അങ്ങനെ തന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്പേഴ്സിന് 1-2 ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൊളാങ്കിക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ സോണിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കളി പതുക്കെ മുമ്പോട്ട് പോയി. മിഡ്ഫീൽഡിലായാലും 1-2 മിസ്റ്റേക്കുകളൊക്കെ ചെൽസിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. സാൻചേസിന്റെ സൈഡിൽ നിന്ന് ഒരു ബ്ലണ്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുതലാക്കാൻ നമുക്ക് കഴിയാതെ പോയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 2-1 ലീഡ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്കറിയാം ചെൽസി ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് തന്നെ സംഭവിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് മിസ്റ്റേക്കുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഇപ്പൊ പെനാൽറ്റി ഒക്കെ കൊടുക്കുന്നത് എത്ര ഈസി ആയിട്ടാണ് ബോക്സിൽ വെച്ചിട്ട് പ്ലേയേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നുള്ളതാണ്. സില്ലി ചലഞ്ചസ് കൊടുക്കുക, അത് പെനാൽറ്റിയിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള മിസ്റ്റേക്കുകളാണ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. ഇത് ബിസുമ പോയിട്ട് സ്ലൈഡിങ് ടാക്കിൾ ചെയ്യുന്നു. അതിനുശേഷം സാറ് പോയിട്ട് അനാവശ്യമായിട്ട് പാമറെ ഫൗൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പാമറിന്റെ ഒക്കെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വാസ് അൾട്ടിമേറ്റ്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ഗോൾ സ്കോറിങ്ങിലായാലും കമ്പോസ്ഡ് അല്ലെങ്കിൽ കാമൻ കമ്പോസ്ഡ് ആയിട്ട് ആ ഒരു പ്ലേ മേക്കർ റോളിലേക്ക് വളർന്നു വരുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇത് 2 പെനാൽറ്റി പുള്ളി എടുത്തു. 2ാമത്തെ പെനാൽറ്റി ഒക്കെ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു ചിപ്പിൻ ഗോളൊക്കെയാണ് നേടിയിട്ടുള്ളത്. ബ്രില്യൻ പെർഫോമൻസ് ഫ്രം പാമറിന്റെ അസിസ്റ്റും എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി റൈറ്റ് വിങ്ങിൽ പോയി 2 പേരെ ഡ്രിബിൾ ചെയ്ത് അകത്ത് കയറി അവിടുന്നാണ് എൻസോയുടെ കാലിലേക്ക് പാസ് എത്തിക്കുന്നത്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പാസ് ആയിരുന്നു. ഡയറക്റ്റ് ഷോട്ട് എൻസോ എടുത്തു, അതും ഫ്രേസർ ഫോസ്റ്ററെ കബളിപ്പിച്ചുകൊണ്ട് അകത്ത് കയറി. ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഷോട്ട്സ് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോസ്റ്റർ കുറെ ഷോട്ട്സ് ഒക്കെ സേവ് ചെയ്തു. പെഡ്രോ നെറ്റോയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പാമറിന് 2 ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒന്ന് പുള്ളി മിസ് കിക്ക് ആയതുകൊണ്ട് ഒഴിവായി പോയി, മറ്റൊരു കിക്ക് ഫ്രോസ്റ്റർ സേവ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് ചാൻസുകൾ ചെൽസിക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു പാനിക് മോഡിലാണ് സ്പേഴ്സ് കളിച്ചത്. ഇപ്പൊ ആന്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി കൈയൊക്കെ കെട്ടി നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കളി ചേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് നമുക്ക് ബെഞ്ചിലില്ല. ടിമോ വാണ്ടറിനൊക്കെ എന്തിനാണ് ഇറക്കിയെന്ന് ഒരു ഐഡിയ ഇല്ല. പുള്ളി വന്നതിന് ശേഷവും
പഴയ സ്റ്റോറി തന്നെ, യാതൊരു ഇമ്പാക്റ്റും ഇല്ല. പിന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആർച്ചി ഗ്രേ ഒക്കെ കണ്ടിട്ട് കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ആണ്. കാരണം ഈ പുതുതായിട്ട് സൈൻ ചെയ്ത് വന്നിട്ടുള്ള മിഡ്ഫീൽഡറെ ഡിഫൻസിൽ കളിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോ ഡാനിയൽ ലിവി കളി കാണുന്നുണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ. പെനി പിഞ്ചിങ് ചെയ്ത് നമ്മളെ ക്ലബിനെ ഇതുപോലുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയത് ഡാനിയൽ ലിവിയും ജോ ലൂയിസും തന്നെയാണ്. 24 വർഷമായിട്ട് ഈ ക്ലബിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെൽസി ടോഡ് ബോളി ഏറ്റെടുത്തതിന് ശേഷം അവർ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര പ്ലേയേഴ്സിനെ മേടിച്ചു. 2 സ്ക്വാഡ് ഉണ്ടാക്കാനുള്ള പ്ലേയേഴ്സ് ചെൽസിക്ക് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് 11 ഒരു പ്രധാനപ്പെട്ട പല പ്ലേയേഴ്സും പുറത്താണ്. സെക്കൻഡ് 11 കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ ഡാനിയൽ ലെവി പോലുള്ള ഒരു ഓണർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആഞ്ചിന് കുറച്ചുകൂടി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കളിക്കാനുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ആവറേജ് പ്ലേയേഴ്സിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ്റ്റേക്ക് വരും. നമ്മുടെ പ്രൈമറി ഗോൾ കീപ്പർ വികാരി പുറത്തു പോയപ്പോൾ ഫ്രേസർ ഫോസ്റ്ററിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. പുള്ളിക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ള കളി മാത്രമേ പുള്ളി എടുക്കൂ. ഏജിങ് ഒരു ഫാക്ടറാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ബാക്കപ്പ് ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യുന്നില്ല. സോ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതുപോലെ റിസൾട്ടുകൾ തന്നെയാണ്. അവസാനം സോണിന്റെ ഒരു കോൺസലേഷൻ ഗോൾ വന്നു. 4-3 കളി അവസാനിക്കുകയും ചെയ്തു. സണ്ണിന് ഇന്നത്തെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി 3-4 ചാൻസുകൾ പുള്ളിക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പുള്ളി കിട്ടിയിട്ടുള്ള ഒരു ഓഫ് സൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതൊന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിമോ വെർണർക്ക് ഒരു ടാപ്പിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു. അത് മിസ് ചെയ്തു. പിന്നീട് 1-2 ഷോട്ടുകൾ പുറത്തേക്ക് പോയി. ഇങ്ങനെ കിടിലം 3-4 ചാൻസുകൾ സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. സത്യം പറഞ്ഞാൽ മറ്റേതെങ്കിലും ടീം ആണെങ്കിൽ 2-0 ലീഡോടെ ജയിക്കേണ്ട കളിയാണ്. ചെൽസി നന്നായിട്ട് കളിച്ചു. അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു വിക്ടറി തന്നെയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.